വെൽക്കം ബാക്ക് ടു ടാനൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് നമ്മുടെ നാട്ടിൽ പണ്ട് കാലത്ത് കോമൺ ആയിട്ട് കണ്ടു വന്നുകൊണ്ടിരുന്നത് ഈ ഒരു പ്ലാന്റ് ചേഞ്ചിങ് റോസിൻ്റെ ഡീറ്റെയിൽഡ് ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ചേഞ്ചിങ് റോസ് അല്ല എന്നുണ്ടെങ്കിൽ ഹിബിസ്കസ് റോസ് എന്നും ഒക്കെ അറിയപ്പെടുന്ന ഒരു റോസാണ് കേട്ടോ. ഇതിൻ്റെ സ്വദേശം എന്ന് പറയുന്നത് ചൈനയാണ്. ചൈനയിൽ നിന്നാണ് നമ്മുടെ നാട്ടിലേക്കൊക്കെ ഈ ഒരു റോസ് എന്ന് പറയാൻ പറ്റില്ല, ഈ ഒരു പ്ലാന്റ് എത്തിയേക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ചിങ് റോസ് എന്നറിയപ്പെടുന്നുണ്ട്. ചേഞ്ചിങ് എന്ന് പറയുമ്പോൾ എന്താണ്, കളറ് മാറുക, ചേഞ്ച് ആവുക, ഒരു നിറത്തിൽ നിന്ന് മറ്റൊരു നിറത്തിലോട്ട് മാറുക. ഒത്തിരി പ്ലാന്റ്സ് ഉണ്ട്, നമുക്ക് ചേഞ്ചിങ് ഒക്കെ വരുന്ന പ്ലാന്റ്സ് ഉണ്ട്. പക്ഷേ ഒരു ദിവസം തന്നെ നമ്മുടെ ഓന്തിനെ പോലെ നിറം മാറാൻ പറ്റുന്ന ഒരാളാണ് കേട്ടോ ഈ ഒരു റോസ് എന്ന് പറയുന്നത്. ഓന്തിൻ്റെ സ്വഭാവം അറിയില്ലേ, പെട്ടെന്ന് നമ്മൾ ഇരിക്കുന്ന കളറിലോട്ട് മാറുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ദിവസം തന്നെ 2-3 കളറിലോട്ട് ചേഞ്ച് ആവാൻ കഴിയുന്നൊരു റോസാണ് ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത്. പിന്നെ അന്റാർട്ടിക്ക ഒഴികെ ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും നല്ലപോലെ ഗ്രോ ആവുന്ന ഒരു ടൈപ്പ് പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഇത്. ഇത് വിക്കിപീഡിയയിൽ നിന്ന് കിട്ടിയതാണ്. അന്റാർട്ടിക്കയിൽ ഒഴികെ ബാക്കിയുള്ള സ്ഥലങ്ങളിലാണിത് ഗ്രോത്ത് ആവുക എന്നുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ പണ്ടുണ്ടായിരുന്നപ്പോൾ ഞാൻ സ്കൂളിലൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് ഒരു വീട്ടിലിതുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ അങ്ങോട്ട് പോകുമ്പോൾ പ്യോർ വൈറ്റ് ആയിരിക്കും, നല്ല തൂവെള്ള നിറത്തിൽ നിൽക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഈവനിങ് അല്ലേ വരുള്ളൂ. ഈവനിങ് ആകുമ്പോൾ നല്ല ചുവപ്പെന്നല്ല, ഒരു റോസ് കളറ്, ഒരു മജന്ത ഷെയ്ഡിലായിരിക്കും ഈ ഒരു ഫ്ലവർ ഉണ്ടാവുക. അപ്പോൾ അതിങ്ങനെ കണ്ട് കൊതിച്ച് നിന്നിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഇപ്പം ഇത് ഉച്ചയ്ക്ക് ശേഷം ഉള്ളതാണ് കേട്ടോ. ഏകദേശം ഒരു 12 മണിയൊക്കെ ആയപ്പോൾ, 12-12:30 ആയപ്പോൾ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അതിനുശേഷം പിന്നെ അവിടെ നിന്നുള്ള ആ മരമൊക്കെ മുറിച്ച് കളഞ്ഞു. ഇപ്പം നമ്മുടെ നാട്ടിലങ്ങനെ അധികം കോമൺ ആയിട്ട് കാണാത്തൊരു പ്ലാന്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ വലിയ ഒരു മരം വെക്കണം, അതായത് പൂക്കൾ തരുന്നൊരു മരം, എന്നും പൂക്കൾ തരുന്നൊരു മരം നമുക്ക് അന്വേഷിച്ച് നടക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ. കാരണം എന്നും പൂക്കൾ തരും, നല്ല ഹൈറ്റിന് വളരും. എൻ്റെ വീട്ടിൽ നിൽക്കുന്നത് ഏകദേശം ഒരു 1.5-2 വർഷം അടുപ്പിച്ചായൊരു പ്ലാന്റാണ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടുത്തെ ഒരു വീട്ടിൽ നിൽക്കുന്നതായിട്ട് ഞാനും അവളും കൂടെ ഒരു കട്ടിങ്സ് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എളുപ്പമാണ്. നമ്മുടെ കട്ടിങ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ കട്ടിങ്സൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് വെക്കാൻ പറ്റിയ കട്ടിങ്സും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ കളക്ട് ചെയ്ത് കൊണ്ട് വന്നതാണ്. ഇപ്പോൾ നല്ല ഹൈറ്റിന് പോയിട്ടുണ്ട്. ഞാനൊരു ചെയറിൻ്റെ മുകളിൽ നിന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അടിപൊളി പ്ലാന്റാണ്. ടൈമിംഗ് അനുസരിച്ചിട്ട് കളർ ചേഞ്ച് ആവും. അപ്പോൾ പണ്ടുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈവനിങ് ആയി, അല്ലാന്നുണ്ടെങ്കിൽ ഉച്ച കഴിഞ്ഞു എന്നൊക്കെ ഈ ഒരു ഫ്ലവറിങ് വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ചേഞ്ചിങ് ഹിബിസ്കസ് ആണ്. ഹിബിസ്കസിൻ്റെ, അതായത് ചെമ്പരത്തിയുടെ കാറ്റഗറിയിൽ വരുന്നതാണ് ഈ ഒരു പ്ലാന്റ്. പക്ഷേ പേര് വന്നിട്ട് ചേഞ്ചിങ് റോസ് എന്നാണ്, റോസ് എന്നാണ് പറയുന്നത് കേട്ടോ. മൊട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ചെമ്പരത്തിയുടെ മൊട്ട് തന്നെയായിട്ടാണ് തോന്നുക. ഇതിന് മൊട്ട് കൂട്ടം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കാണുമ്പോൾ നമ്മുടെ ചെമ്പരത്തി എങ്ങനെയാണോ അതിൻ്റെ തന്നെ സെയിം ആയിട്ട് നമുക്ക് തോന്നാറുണ്ട്. പിന്നെന്താ, അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ. കളർ ചേഞ്ചിങ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക്, നമ്മുടെ യെസ്റ്റർഡേ ടുഡേ ടുമോറോ ഒക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ കളർ മാറുന്നത് അടുത്ത ദിവസം ഒരു കളറ്, മൂന്നാമത്തെ ദിവസം ഒരു കളർ, അങ്ങനെയാണല്ലോ. ഇങ്ങനത്തെയുള്ള കട്ടിങ്സാണ് കേട്ടോ നമുക്ക് വെക്കാൻ പറ്റുന്നത്. ഇതുപോലത്തെ കട്ടിങ്സുകൾ വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ് നമുക്ക് പുതിയ പുതിയ തൈകളാക്കി എടുക്കാനായിട്ട് പറ്റും. പിന്നെ മിലി ബഗ്സാണ്, ഇതിൻ്റെ ശല്യമാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് വരാറ്. ഇത് വന്നു കഴിഞ്ഞാൽ മുരടിച്ച് ഇലകളൊക്കെ ഇങ്ങനെ ഒരുമാതിരി മുരടിച്ച് നശിച്ചു പോകും. അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യുക, ഇല്ലെങ്കിൽ മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാലും നല്ലതാണ്. ഈ ഒരു മിലി ബഗ്സിൻ്റെ ഉപദ്രവം മാത്രമാണ് ഞാൻ എൻ്റെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടുള്ളത് കേട്ടോ. നമുക്ക് അത്യാവശ്യം നല്ല മൂപ്പെത്താത്ത പരുവത്തിനുള്ള കമ്പുകൾ വെച്ചിട്ട് നമുക്കിതിനെ പ്ലാന്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതേപോലത്തുള്ള കമ്പുകൾ കളക്ട് ചെയ്യാം കേട്ടോ മാക്സിമം. നമുക്കെന്താ, എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ആരുടെയെങ്കിലുമൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കട്ടിങ് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരാതിരിക്കില്ല. അതിനെ നമുക്ക് കൊണ്ടുവന്ന് എന്നും വെള്ളമൊഴിച്ച് പരിപാലിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലും ഈ ഒരു ഫ്ലവറിങ് ട്രീ ഉണ്ടാവും. ഇത് ഈവനിങ് ഒരു 5 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ. 5 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നല്ലതുപോലെ കളർ ചേഞ്ച് ആയിട്ടുണ്ട്, ഡാർക്ക് കളറായിട്ടുണ്ട്. പിന്നെ നൈറ്റൊന്നും പിന്നെ വീഡിയോ എടുക്കാനായിട്ട് നിന്നില്ല കേട്ടോ. ഞാൻ ആ ഒരു 3 ടൈം കാൽക്കുലേറ്റ് ചെയ്തിട്ട് എടുത്തതാണ്. നല്ല രീതിയിൽ ചേഞ്ച് ആവും. ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് ആ വൈറ്റിൽ നിന്ന് ജസ്റ്റ് ഒരു പിങ്ക് ഷെയ്ഡിലോട്ട്, ബേബി പിങ്ക് ഷെയ്ഡിലോട്ട് കൺവെർട്ട് ആവുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഈവനിങ് ഒക്കെ ആകുമ്പോഴാണ് നല്ല രീതിക്കൊരു മജന്ത ഷെയ്ഡിൽ. ഇപ്പം കുറേ പേർക്കൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ ജസ്റ്റ് അടിയുന്നുണ്ടാവും, പണ്ട് കാലത്ത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നതല്ലേ എന്നൊക്കെ തോന്നുന്നുണ്ടാവും. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ കമൻ്റ് ഇടുക കേട്ടോ. നിങ്ങളുടെ പഴയ കാലത്തേക്ക് നിങ്ങളുടെ ഓർമ്മകളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് ഈ വീഡിയോ എങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടുക. നിങ്ങളുടെ വീട്ടിലൊക്കെ ഈ പ്ലാന്റ്സ് ഉണ്ടായിരുന്നോ നിങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ? കാരണം എൻ്റെ
സബ്സ്ക്രൈബേഴ്സിൽ കൂടുതൽ പേരും ഇത്രയും ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇതുപോലത്തെ പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ടാവണം. അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. അത് കൂടാണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പ്ലാൻസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് ഇട്ടേക്കാം കേട്ടോ. താങ്ക് യു.